കേരള വിരുദ്ധമായി ബി.ജെ.പി. എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മംഗലാപുരം ഡിവിഷനിനെ മൈസൂർക്ക് കൂട്ടിച്ചേർത്ത് പാലക്കാട് ഡിവിഷനെ തകർക്കാനുള്ള നീക്കം. തീർച്ചയായും അന്യായമായിട്ടുള്ളൊരു തീരുമാനമാണത്. അത് എന്തിനായി എന്നുള്ളതിന് ഒരു ലോജിക്ക് പോലുമില്ല. ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു ഡിവിഷൻ എവിടെയെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലോജിക്കലി ചില കിലോമീറ്റേഴ്സൊക്കെ ചില ഡിവിഷനിൽ എടുത്ത് പുതിയൊരു ഡിവിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പേരിനെങ്കിലും ഒരു ന്യായമുണ്ട്. ഇത് മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സദേൺ റെയിൽവേ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മൈസൂർ ഡിവിഷൻ വരുന്നത് എനിക്ക് തോന്നുന്നത് സൗത്ത് വെസ്റ്റ് സോണിലാണ് തോന്നുന്നുണ്ട് മൈസൂർ ഡിവിഷൻ വരുന്നത്. അപ്പോൾ മൈസൂർ വരുന്ന സൗത്ത് വെസ്റ്റ് സോണിൽ ഉള്ളതാണ് മൈസൂർ ഡിവിഷൻ. ആ ഡിവിഷനിലേക്ക് ഒരു കാര്യമില്ലാതെ മംഗലാപുരം കൂട്ടിച്ചേർക്കുകയാണ്. ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, അതിന് ഒരു മാന്യതയില്ല, ഒരു മര്യാദയില്ല. മാത്രമല്ല അത് ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഒരു പ്രഖ്യാപനം ഒരു ഗവൺമെൻറ് ഓർഡേഴ്സായിട്ട് പുറത്തു വരുമ്പോഴാണ് MP-മാർ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത്. അത് ഇവരെന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിശേഷിച്ചും നോർത്തേൺ പാർട്ടിലുള്ള MP-മാരെല്ലാവരും കൂടി പറയേണ്ടത്. അവരെല്ലാവരും കൂടി ഇതിനെ എതിർത്ത് തോൽപ്പിക്കണം. ഒരിക്കലും സമ്മതിക്കരുത്. അത് പാലക്കാട് ഡിവിഷൻ സദേൺ സോണിലെ ഏറ്റവും വരുമാനമുള്ള ഡിവിഷനുകളിലൊന്ന്, ഏറ്റവും വരുമാനമുള്ള ഡിവിഷനുകളിൽ ഒന്നല്ല, നമ്പർ 1 തന്നെ പാലക്കാട് ഡിവിഷനാണ്. പരമ്പരാഗതമായിട്ടുള്ള ഡിവിഷനാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10-70 കൊല്ലമായിട്ടുണ്ടാവും പാലക്കാട് ഡിവിഷൻ രൂപീകൃതമായിട്ട്. അത് വളരെ പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ഒരു ഡിവിഷനാണ്. നന്നായിട്ട് നടക്കണമുണ്ട്, നല്ല ലാഭമുണ്ട്, നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല അഡ്മിനിസ്ട്രേഷനാണ്, നന്നായി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതിന്ന് മംഗലാപുരത്തിന് എടുത്ത് മൈസൂർ ഡിവിഷനിലേക്ക് എന്തിനാണ് മാറ്റുന്നത് എന്നുള്ളതിന് ഒരു പിടിയില്ല. പുതുതായിട്ടൊരു ഡിവിഷൻ എവിടെയും സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വിവരം എവിടെയും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിനെ മംഗലാപുരം എടുത്തിട്ട് മൈസൂർക്ക് കൊടുക്കുന്നത്? ഇത് ബി.ജെ.പിയുടെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ കേരള വിരുദ്ധമായി ബി.ജെ.പി. എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മംഗലാപുരം ഡിവിഷനിനെ മൈസൂർക്ക് കൂട്ടിച്ചേർത്ത് പാലക്കാട് ഡിവിഷനെ തകർക്കാനുള്ള നീക്കം. ഇതിനെ എല്ലാവരും കൂടി എതിർത്ത് തോൽപ്പിക്കണം. കേരള സർക്കാർ ശക്തമായിട്ട് രംഗത്ത് വരണം. മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് റെയിൽവേ മന്ത്രിക്കൊക്കെ ആവശ്യപ്പെടുന്നത് സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാവണം. MP-മാരെല്ലാവരും കൂടി ഒരുമിച്ച് ഇടപെടണം. രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം. കേരളത്തിനെതിരായിട്ടുള്ളൊരു നീക്കം എന്നുള്ള നിലയ്ക്ക് മറ്റ് സങ്കുചിത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സർക്കാർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കണം. സർക്കാർ നേതൃത്വം കൊടുത്ത് ഈ നീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കണം. അല്ലെങ്കിൽ ഇത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായി തീരും. അതായത് മുമ്പ് നിങ്ങൾ പറഞ്ഞത് ശരിയാ, അങ്ങനത്തെ ഒരു ഗൂഢലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ പുറമേക്ക് പറയാനുള്ള ഒരു ന്യായം പുതുതായി ഒരു റെയിൽവേ ഡിവിഷൻ സേലം കേന്ദ്രമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ന്യായമെങ്കിലും പറയാം. പുതിയൊരു റെയിൽവേ ഡിവിഷൻ സേലം കേന്ദ്രമാക്കിയിട്ടുണ്ടാക്കി. അപ്പോൾ നിലവിലുള്ള ഡിവിഷനിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്തു, പാലക്കാട് ഡിവിഷനിൽ നിന്നെടുത്തു, മധുര ഡിവിഷനിൽ നിന്നെടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് കോയമ്പത്തൂർ ഇതിനെ ഒഴിവാക്കുന്നതിന് പകരമായിട്ട് പൊള്ളാച്ചി കണത്തിക്കര വരെയുള്ള പ്രദേശം പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെടുത്തി. അന്ന് പൊള്ളാച്ചി ഉണ്ടായിരുന്നില്ല പാലക്കാട് ഡിവിഷനിൽ. പിന്നെ പൊള്ളാച്ചി ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കി. അങ്ങനെ റീഫോർമേറ്റ് ചെയ്യായിരുന്നു അന്ന്. അങ്ങനെ റീഫോർമേറ്റ് ചെയ്യൽ പോലുമല്ല ഇത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ മംഗലാപുരം ഡിവിഷനെ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുകയാണ്. ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. മംഗലാപുരം പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. എനിക്ക് തോന്നുന്നത് പാലക്കാട് ഡിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനേറ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം സെൻട്രലാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നതും അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ യഥാർത്ഥത്തിൽ പാസഞ്ചർ ട്രെയിനുകളുടെ തീവണ്ടികളുടെ ടെർമിനേറ്റിംഗ് ആൻഡ് ഒറിജിനേറ്റിംഗ് സെൻറ്റർ മംഗലാപുരമാണ് ഒന്ന്. രണ്ടാമത് മംഗലാപുരം പോർട്ടാണ്. പിന്നെ വുഡ് ഇൻഡസ്ട്രി, മര കച്ചവടത്തിൻ്റെ കേന്ദ്രമാണ്. പല പല കാരണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടത്തുന്നതിൻ്റെ ഒരു കേന്ദ്രം കൂടി മംഗലാപുരമാണ്. റെയിൽവേക്ക് വലിയ വരുമാനം ഉണ്ടാകുന്നത് ചരക്ക് നീക്കങ്ങളിലൂടെയാണ്. അതിൻ്റെ കേന്ദ്രമാണ്. അതുവഴിയാണ് ഇങ്ങനെ സേലത്ത് ഡിവിഷൻ ഉണ്ടായപ്പോൾ പോലും പാലക്കാട് ഡിവിഷനായിരുന്നു വരുമാനത്തിൻ്റെ കാര്യത്തിൽ 1-ാം നമ്പർ നിന്നത്. ഈ വിധത്തിലൊക്കെ അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ നീക്കം നടത്തുന്നത്. വിശേഷിച്ചും ഇത് കേരളത്തോടുള്ള കടുങ്കൈയാണ്. കേരളം ഇന്ത്യ രാജ്യത്ത് യാത്രാ വരുമാനം റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചരക്ക് നീക്കത്തിലൂടെ വലിയ വരുമാനം ഉണ്ടാവും റെയിൽവേക്ക്. പക്ഷേ യാത്രാ വരുമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള നീക്കമാണ്
വളരെ വളരെ സങ്കുചിതമായിട്ടുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല മംഗലാപുരം എടുത്ത് മൈസൂർക്ക് കൊടുക്കുന്നതിന്. പുതിയൊരു ഡിവിഷൻ എവിടെ ഉണ്ടാക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന മംഗലാപുരം എടുത്ത് മൈസൂർ ഡിവിഷനിലേക്ക് കൊടുക്കുന്നതിന് ഒരു ന്യായീകരണവും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ഇത് കേരളത്തിൻ്റെ പൊതു പ്രശ്നമായിട്ട് ഉയർന്നു വരണം. തീർച്ചയായിട്ടും ഇന്നലെയല്ലേ ഇത് എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ, നിങ്ങളും ഇന്നലെ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നോക്കാം, പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരേണ്ടി വരും, ശക്തമായിട്ട് വരും. എല്ലാവരും കൂടി ചേർന്ന് വരണം. CPM മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ പൊതു പ്രശ്നം. ഗവൺമെൻറ്റാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. മുഖ്യമന്ത്രി മുൻപിലേക്ക് വരണം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തെ രക്ഷിക്കാനുള്ള, റെയിൽവേ വികസനം രക്ഷിക്കാനുള്ള നീക്കത്തിൽ വരണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം.